ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നമ്മുടെ പുതിയ വീഡിയോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹൈക്യൂ എന്ന് പറഞ്ഞ ഒരു സ്പോർട്സ് ജേർണലിൽ വരുന്ന പക്ക ത്രില്ലർ ആനിമേനെ കുറിച്ചാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്സ് വോളിബോളിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ വോളിബോൾ അറിയുന്നവരായിക്കോട്ടെ അറിയാത്തവരായിക്കോട്ടെ ആർക്കും ഒരേപോലെ കണ്ട് ത്രില്ലടിക്കാൻ പറ്റിയൊരു പക്ക ആനിമയാണ് കേട്ടോ, പക്ക എന്റർടൈനർ. കാരണം ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് സാധാരണ ആനിമേസ് പോലെ, അതായത് സാധാരണ ഒരു സ്പോർട്സ് ചാനൽ വരുമ്പോൾ തന്നെ നേരെ സ്പോർട്സിലേക്കല്ല ഇത് കിടക്കണത്. ഇത് നേരെ നമുക്ക് എന്താണ് ഗെയിം, വാട്ട് ഈസ് വോളിബോൾ എന്നത് പഠിപ്പിക്കുന്നുണ്ട്. കാരണം നമുക്ക് അവർ ഫിസിക്കലി ട്രെയിൻ ചെയ്യുമ്പോൾ ഓരോ സെക്ഷനിൽ അവർ എടുത്ത് പറയും, അതായത് ഇത് ഇങ്ങനെ കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ നമ്മൾ അവർ ഫിസിക്കലി ട്രെയിൻ ചെയ്യുമ്പോൾ നമ്മൾ മെന്റലി ട്രെയിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ സ്പോർട്സ് എന്ന് വോളിബോൾ, നമുക്ക് വോളിബോൾ അത്രയ്ക്ക് നമുക്ക് ഇഷ്ടം വരും. നമ്മൾ ആലോചിക്കും, ഇങ്ങനെയാണോ വോളിബോൾ, നമ്മൾ വോളിബോൾ പ്ലെയർ ആയാലോ എന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്തു. അത്രയും നൈസാണ്. എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ സാധാരണ കണ്ടുവരുന്ന വെച്ചാൽ വോളിബോൾ പ്ലെയേഴ്സ് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഹൈറ്റ് ഉണ്ടാവും. ഹൈറ്റ് മസ്റ്റാണ് വോളിബോൾ പ്ലെയർ ആവാൻ. പക്ഷെ നമ്മുടെ ഷോയു ഹിനട്ട എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ട്, അവന് ഹൈറ്റ് കുറവാണ്. അപ്പോൾ ഇവർക്ക് പക്ഷെ ഭയങ്കര ആഗ്രഹമാണ് ഇവന് സ്പോർട്സ് കാരണം വോളിബോൾ പ്ലെയർ ആണ്. വോളിബോളാണ് ഇവന്റെ മെയിൻ ഡ്രീം, ഇവന്റെ ഡ്രീം. പക്ഷെ അപ്പോൾ ഇവൻ എന്ത് ചെയ്യും, ഇവനങ്ങനെ സ്കൂൾ ടീമിൽ കളിച്ചിട്ട് ഇവൻ കറാസൂണോ എന്ന് പറഞ്ഞ ഹൈസ്കൂൾ, അതായത് മെയിനായിട്ട് നമ്മുടെ സ്കൂൾ, നമ്മുടെ ക്യാരക്ടറിന്റെ ടീം, അതായത് കറാസൂണോ ഹൈസ്കൂൾ ടീം, ഇവിടെ ഇതിന്റെ മാച്ചസ് ഇതിനെ ബേസ് ചെയ്തുള്ളതാണ് നമ്മുടെ വോളിബോൾ. ഇവരുടെ വോളിബോൾ മാച്ചസ് ആണ് നമുക്ക് മെയിനായിട്ട് കാണാനുള്ളത്. അപ്പോൾ കറാസൂണോ ഹൈസ്കൂൾ ടീമിലേക്ക് നമ്മുടെ ഷോയോ ഹീനട്ട എൻ്റർ ആവുകയാണ്. അവന് ടോബിയോ കാഗ്യാമ എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ട്. മുമ്പ് അവൻ ഇവരായിട്ട് കളിച്ചിട്ടുണ്ട്. മീൻസ് മുമ്പ് റൈവൽസ് ആയിട്ട് കളിച്ചത്, ഇപ്പോൾ ഒരേറ്റ ടീമിൽ കളിക്കാൻ പോണ്. അപ്പോൾ ഇവരെല്ലാം ഫ്രണ്ട്സാണ്. പിന്നെ ഇവർക്ക് മെയിൻ ആയിട്ട് വെച്ചാൽ ഇവർക്ക് ഇപ്പോൾ ടൂർണമെന്റ്, ഇവരിവിടെ ട്രെയിൻ ചെയ്തിട്ട് ഇവർക്ക് ടൂർണമെന്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ ടൂർണമെന്റ് ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഗെയിം എന്ന് വെച്ചാൽ. അപ്പോൾ ട്രെയിനിങ് സെക്ഷനും ഉണ്ട്, പിന്നെ ടൂർണമെന്റ് ഉണ്ട്. പിന്നെ ഇതിൽ എടുത്ത് പറയാനുള്ളത് വെച്ചാൽ ഓരോ ടീമും, അതായത് നമുക്ക് നമ്മുടെ മെയിൻ ടീമിന്റെ കഥ മാത്രം അറിഞ്ഞാൽ പോരാ, അതായത് ഓരോ ടീം, അത് ഇവരായിട്ട് കളിക്കാൻ വരുന്ന ഓരോ ടീമിനെ കുറിച്ച് ഇവർ എക്സ്പ്ലെയിൻ ചെയ്യും, ഓരോ പറയും. ഇവരുടെ മുമ്പ് ട്രെയിനിങ് സെക്ഷൻ, ഇവരുടെ കഥകൾ എല്ലാം പറയും. നമ്മുടെ മെയിനായിട്ട് നമ്മുടെ റൈവൽസ് എന്ന് വെച്ചാൽ നെക്കോമ ഹൈസ്കൂൾ എന്ന് പറയുന്നത്. നെക്കോമ എന്ന ഹൈസ്കൂളാണ്. അത് കാലങ്ങളായിട്ട്, അതായത് വർഷങ്ങളായിട്ട് നമ്മുടെ കറാസൂണോ നെക്കോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫ്രണ്ട്ലി റൈവൽസ് ആണ്. കാരണം ഒരുപാട് മാച്ചസ് കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് നമ്മുടെ ടീമിനായിട്ട് ചെയ്യാൻ രണ്ടും കട്ട ടീം, രണ്ടും ഒരേ ലെവലിലുള്ള ടീമാണ്. ഈ നെക്കോമയുടെ ടീമാണെങ്കിലും കറാസൂണോയുടെ ടീമാണെങ്കിലും, അതായത് കാറ്റ് വേഴ്സസ് ക്രോ. ഇവരുടെ മാച്ചിനെ പറയാൻ അങ്ങനെയാണ്. അതായത് നെക്കോമ എന്ന് പറയുന്നത് കാറ്റും കറാസൂണോ എന്ന് പറഞ്ഞാൽ ക്രോയും. കാറ്റ് വേഴ്സസ് ക്രോ അങ്ങനെയാണ് പറയാം ഇവരുടെ മാച്ചിനെ. അപ്പോൾ നമ്മുടെ ഷോയു കഴിഞ്ഞിട്ട് ഒരു അടിയുണ്ട്. ഇത് മാച്ച് ഇങ്ങനെ വന്ന് പീക്ക് ലെവലെത്തുമ്പോൾ ഷോയും നേരെ ഒരു ചാടി അടിക്കേണ്ട ഒരു അടിയുണ്ട്. അത് എയറിൽ നിന്ന് അടിക്കണം. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഈസ് ഹി ഫ്ലൈയിങ്, ഇതാണ് ക്രോ, അവൻ പറക്കാണെന്ന് ചോദിക്കും. അത്രയും അങ്ങനെയാണ് നമ്മൾ ശരിക്കും നമ്മൾ ത്രില്ലടി തമ്മിൽ കാണും. നമ്മൾ ഓരോ ടീം, നമുക്ക് നമ്മുടെ ടീം മാത്രം ജയിച്ചാൽ മതി നയിക്കില്ല കേട്ടോ. നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ എല്ലാ ടീമിനെയും നമുക്ക് അത്രയ്ക്ക് ഇഷ്ടം. അത്രയും നല്ല സ്റ്റോറി, ഡീറ്റെയിൽഡ് സ്റ്റോറി ലൈൻ ഡെവലപ്ഡ് ചെയ്ത് വെച്ചേക്കണ ക്യാരക്ടർ ഡെവലപ്മെന്റ് ആണ് എല്ലാം അത്രയും പക്ക പെർഫെക്റ്റ് ആനിമയാണ്. നിങ്ങൾ കണ്ടു നോക്കണ്ടെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ കണ്ടോ, ഇപ്പൊ തന്നെ പോയിരുന്നോ, കണ്ടോ. ഞാൻ അതായത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അത് കാണണം. കണ്ടിട്ട് നിങ്ങൾ റിവ്യൂ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുമോ നിങ്ങൾക്ക്. പിന്നെ ഇനി ഞാനിപ്പോൾ ഡീറ്റെയിൽഡ് സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്ത് റിവ്യൂ ചെയ്ത് ഇടണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക, ഇടുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നത് വരേക്കും സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമന്റ്, ബെല്ലൈക്കണൊക്കെ അടിച്ചു വെച്ചോ, ആവശ്യം വരുന്നത്. ബൈ ബൈ.